പപ്പാ ഗ്ലോറിയ ആൻറ്റി. എന്തിന്? ഹലോ, ഫ്രെഡി സ്പീക്കിംഗ്. അതെ, തറവാട്ട് മഹിമ നോക്കിയിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ കല്യാണം എടുത്തത്. ഡേവിഡിന്റെ നിർബന്ധം കൊണ്ടാ. നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് വെച്ചാ അതങ്ങോട്ട് തെളിച്ചു പറ. ഞങ്ങള് ചിലതൊക്കെ കേട്ടു. എന്ത് കേട്ടെന്ന്? സാറയ്ക്ക് ചെറുപ്പത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്നോ ചികിത്സിച്ചെന്നോ നിങ്ങൾക്കിത് ഞങ്ങളോട് പറയായിരുന്നു. വല്ലാത്തൊരു ചേച്ചായി പോയി. ഇത് നടക്കത്തില്ല. ഹലോ, What happened, Freddy? അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന്. ഇവളെ കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞെന്നോ കേട്ടെന്നോ. എന്ത് കേൾക്കാൻ? Call her again. I want to talk to her. വേണ്ട, നീ വിളിക്കണ്ട. ഹായ് അജിത്. ഞാൻ ചാവി തരാൻ വന്നായിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാൻ എന്തായാലും. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. കൊടുക്ക. അജിത്തിന്റെ റെസ്പോൺസ് ഭയങ്കര ബോറിംഗ്. കല്യാണം മുടങ്ങിയ പെണ്ണിനോട് കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ വേണ്ടേ? ചേരട്ടെ കുഞ്ചു പൊങ്ങട്ടെ നന്നിട്ട് പൊങ്ങട്ടെ. അവിടെ കുറച്ച് കത്തി. ഓക്കെയാണ് സാർ, അപ്പുറത്തെ വെച്ച് കെട്ടിക്കോ. വലിച്ചു കെട്ട്. എത്തിയോ? ചേട്ടപ്പത്തി എവിടെ ബേപ്പൂര് പോയതാ? ബേപ്പൂര്. തടിയൊക്കെ എവിടെ നിർത്താം? നമ്മുടെ പാറ്റസന്റെ ഏർപ്പെടാം. ഇതെന്താ സ്റ്റാൻഡില് തടിയൊക്കെ കയറ്റി വെച്ചേക്കും? 25 വർഷമായി ഞാൻ ഈ ആട് തുടങ്ങിയിട്ട്. ബോട്ട് പണിയാനെന്താ, ജയരാവ് കൂട്ടിമറിച്ച് മണിക്കാല് കൂട്ടി അടിച്ചാൽ ബോട്ടിന്റെ കൂടായില്ലേ? പലക നിരത്തിയിട്ട് ചെമ്പാണിക്ക് അടിച്ചിറക്കിയാൽ ബോട്ടായി. പിന്നെന്താ ഉള്ള പഴുതെല്ലാം കാട്ടനടിച്ചാൽ ബോട്ട് വെള്ളത്തിൽ ഇറക്കില്ലേ? ഞാനിപ്പോഴും സ്റ്റാൻഡിന്മേൽ തടിയും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ള. ഇത്തിരി സമയം എടുത്താലും എൻ്റെ ഒരു രീതിക്ക് ചെയ്യണമെന്ന് എനിക്ക്. നടക്കട്ടെ. ഫുഡ് അങ്ങോട്ട് എടുക്കണോ? അങ്ങനെ എടുത്തോ. Shall I serve you? സാറേ ഇരിക്കുന്ന. ഇരിക്ക്. ക്യാപ്റ്റൻ കഴിക്കൂ.
ചേച്ചി സാധനം ഇവിടെ വെച്ചിട്ടുണ്ടേ. നാളെ 2 മണിക്ക് ഗസ്റ്റ് ഉണ്ടേ. ആ ശരി. ഹായ്. ഹായ്. ഞാനൊന്ന് ഗുഡ് നൈറ്റ്.